റെഡി? തത്തിനെന്തോ തീയന്താരോ തകതിനെന്തോ തീയന്താരോ തത്തിനെന്തൊക്കെ തകതിനെന്തൊക്കെ തകതിനെന്തൊക്കെ തീയന്താരോ 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 തത്തിനെന്തോ തീയന്താരോ തകതിനെന്തോ തീയന്താരോ തത്തിനെന്തോ തകതിനെന്തോ തകതിനെന്തോ തീയന്താരോ തത്തിനെന്തോ തീയന്താരോ. അതെ എത്ര രാവിലെ ഡാൻസ് അത് ഞാനില്ലാണ്ട് തത്തിനെന്തോ തീയന്താരോ തത്തിനെന്തോ തീയന്താരോ. പേടിച്ചു പോയല്ല, ഞാൻ വിളിച്ച് വീടടിച്ച് താഴോട്ട് വീണെന്ന്. എന്ത് ബഹളമാണ് ഇവിടെ? എന്താ ഇവിടെ പരിപാടി? ഓ ഭയങ്കര രസമായിരുന്നു. എന്തായിരുന്നു? ഏത് പാട്ടായിരുന്നു? അമ്മ അതൊരു നാടൻ ശീലം അമ്മ. തത്തിനെന്തോ പാട് പാട് ലച്ചു പാട് കളിക്ക് കളിക്ക്. നീ എവിടെ പോണെന്നോ? സ്കൂളിൽ പോയിട്ട് എന്തോ മാർക്ക് മേടിക്കണോ, മാർക്ക് ലിസ്റ്റ് മേടിക്കണോന്ന് എന്തൊക്കെ പറയണ്ടായിരുന്നല്ലോ. പോണം. എന്തേ അത് പോണം. എന്താ പോത്തെ? പോണം. നീ വരുന്നില്ലേ? ഞാൻ വരാണ്ട്. ഇല്ല ഞാനിപ്പോ വരണില്ല, എനിക്ക് ഒരു കൂട്ടുകാരി കൂടി വരാനുണ്ട്, അവളുടെ വരണേ. കുഴപ്പമില്ല, കൂട്ടുകാരെ കൊണ്ട് വിളിച്ചോ. അതെ കൂട്ടുകാരെ വിളിച്ചോ, ഇവൻ നോക്കിക്കോളൂലോ. ഹലോ വഴക്കുണ്ടാക്കാൻ നോക്കണോ? അല്ലമ്മ, കൂട്ടുകാരെ വിളിച്ചോ, ഞാൻ നോക്കിക്കോളാം. മനസ്സിലായില്ല എനിക്ക്. അല്ല നീ ശിവനെ നേരെ മര്യാദക്കാണല്ലോ നോക്കുന്നത്, അപ്പൊ കൂട്ടുകാരിനെ ഇവൻ നോക്കിക്കോളുമല്ലോ. അമ്മ ഇത് രണ്ടർത്ഥം വെച്ചിട്ടുള്ള പറച്ചിലാണ് കേട്ടോ. പിള്ളേരെ നയിക്കാൻ നിനക്ക് ഭയങ്കര കഴിവല്ല, അതുകൊണ്ട് ഞാൻ പറഞ്ഞു. പോണല്ലേ? പോണ്ടേ? ഇങ്ങനെ താങ്ങി തൂങ്ങിക്കാണ്ട് പോയി മാർക്കൊക്കെ നോക്കിട്ടോ, നമുക്കിന്ന് പൊളിക്കണ്ടേ? അടിച്ച് പൊളിക്കും എന്തായാലും. ശിവാനി മാർക്ക് ലിസ്റ്റ് ഒക്കെ നോക്കി ഇവിടെ വന്ന് കഴിയുമ്പോഴേക്കും തക്കിനെന്തോ തക്കത്തിനെന്തോ കാണിക്കാൻ എന്ത് വർത്താനോ എന്ത് വർത്താനം നെഗറ്റീവാണ്. അല്ല നിങ്ങൾ തന്നെ പറയുകയും ചെയ്യും മാർക്കൊരു വിഷയമില്ല, ഒരു കുഴപ്പമില്ല എന്ന്, എന്നിട്ട് ഇമ്മാതിരി ഡയലോഗ് അടിക്കുകയും ചെയ്യും. അതെ പരീക്ഷ നല്ല എളുപ്പമായിരുന്നു, ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല, നന്നായിട്ട് എഴുതിയിട്ടുണ്ട്, അതിന്റെ മാർക്ക് കിട്ടുകയും ചെയ്യും കേട്ടല്ലോ. ഇത് സ്ഥിരം പറയണ, പക്ഷെ പോയിട്ട് വരുമ്പോൾ നമ്മൾ പ്രതീക്ഷ മാർക്ക് കാണുന്നില്ലല്ലോ കുട്ടി. അങ്ങനെ കാണാണ്ട് വരുമ്പോഴാണ് ചില കുട്ടികൾ വീട്ടിൽ വന്ന് പാരന്റ്സിനോട് പറയുന്നത് ഈ മാർക്ക് ശരിയാവില്ല, കാരണം എക്സാം എല്ലാം ഭയങ്കര ബോറായിരുന്നു, ടീച്ചേഴ്സിനൊക്കെ ഭയങ്കര ടെൻഷനായിരുന്നു, പല കുട്ടികളും തോറ്റുപോയി. ഹൈ മാർക്ക് മേടിക്കണ കുട്ടികളെ ചെറിയ മാർക്കേ മേടിച്ചോളൂ, അതുകൊണ്ട് നമ്മൾ മേടിച്ചില്ല വലിയ കുഴപ്പമൊന്നുമില്ല, കാരണം വെച്ചാൽ പരീക്ഷ പോക്കായിരുന്നു. അയ്യോ ശിവ പറയാൻ പറ്റിയ ഡയലോഗൊക്കെ അമ്മ വെച്ച് കീച്ചല്ലോ. ഇനി സെയിം ഡയലോഗ് പറയാൻ പറ്റൂല കേട്ടോ, വേറെ കണ്ടുപിടിക്കണേ, മാറ്റി പിടിക്കണം. ഇനി ഞാനിവിടെ നിന്നാലേ ചേച്ചി എടുത്ത് വെച്ച് ഭിത്തിയിൽ തലക്കും, അതുകൊണ്ട് ഞാൻ പോവാ. നീ വരുന്നേ വാ, എന്റെ ഫ്രണ്ടിന്റെ വീട് ഞാനുണ്ട്. എനിക്കറിയാം അടിമ പഠിക്കല്ലേ ബാ. അപ്പൊ ഞാൻ ഇത്രയും കാലം ഇവിടുത്തെ അടിമയായിരുന്നാ? ആയിരുന്നു. ഇപ്പോഴും അടിമയല്ലേ? ആണ് ബാ. വാടിമേ ഞാൻ എത്തുന്നു, നമുക്ക് കാണാം. ഓ പിന്നെ അഥവാ ഒരു 10 മിനിറ്റ് ലേറ്റ് ആവണമെങ്കിൽ വെയിറ്റ് ചെയ്യണം കേട്ടാ. വെയിറ്റ് ചെയ്യാൻ പറ്റും? അതാ ഇയാൾ പൊക്കോന്ന് ഒരു 10 മിനിറ്റ് ചോദിച്ചപ്പോഴേക്കും വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ലേ? പൊക്കോ, എനിക്കെന്ത് ചാടേടോ? പിന്നെ ഇല്ല അങ്ങനെ നേരത്തെ ഒന്നും ഇറങ്ങാൻ പറ്റില്ലെന്ന്, എനിക്ക് പറഞ്ഞ വഴിക്ക് ഒരു ക്ലയൻറ്റിനെ കാണാനുണ്ട്. നമുക്ക് ഓഫീസ് വെച്ച് കാണാം. പിണങ്ങുന്നില്ലെന്ന്, ഓഫീസ് വെച്ച് കാണുന്നു. ശരി ശരി. എന്ത് കിണിക്കണെന്ത്? ഒന്നുമില്ലേ. ഞാൻ ആരോടെ സംസാരിച്ചെന്ന് അറിയണമായിരിക്കും അല്ലേ? ഞാനൊരു കാര്യം പറയാം. ഞാൻ ഇങ്ങനെ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കള്ളനെ പോലെ ബാക്കി വന്നിട്ട് പതുങ്ങിയിരുന്ന് കേട്ടിട്ട് കട്ട് ചെയ്ത് തിരിയുമ്പോഴേ ഈ വളിച്ച് തിരിയിരിക്കുന്ന ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ആൾക്കാരുന്ന പരിപാടിയല്ല കേട്ടാ. എൻ്റെ ചേട്ടാ ഞാൻ ചുമ്മാ തമാശക്ക് ചെയ്തല്ലേ. പിന്നെ ഞാൻ ചേട്ടനോട് സീരിയസ് ആയിട്ടൊരു കാര്യം ചോദിക്കട്ടാ. എന്തുവാ? ശരിക്കും പറഞ്ഞാൽ ചേട്ടനോട് ചോദിക്കാൻ പാടില്ലാത്ത കാര്യമാണ്, എന്നാലും നമ്മൾ മച്ചാനാണല്ലോ. അങ്ങനെയൊന്നുമില്ല, നീ ചോദിക്കും. ചേട്ടാ ചേട്ടന് പുറത്തോ അല്ലെങ്കിൽ ചേട്ടൻ്റെ ഓഫീസിലോ ഫ്രണ്ട്സ് വല്ലതും ഉണ്ട്? ഐ മീൻ ഗേൾ ഫ്രണ്ട്സ്. അല്ല ചേട്ടനെ പോലെ ഒരാൾക്ക് ഈ ഗേൾ ഫ്രണ്ട്സ് ഒക്കെ ഉള്ളതെന്ന് വെച്ചാൽ അതിശയമൊന്നുമില്ല, ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. നിർത്തറ നിന്റെ ഈ ലൊട്ടിലൊടുക്ക് സംഭവങ്ങളെ തമാശ രീതിയിൽ പ്രോത്സാഹിക്കണം പറഞ്ഞിട്ട് തലയിൽ കയറി വിളയാട്ടല്ലേ. നമ്മൾ രണ്ടുപേരും തമ്മിൽ നല്ല ഏജ് ഗ്യാപ്പ് ഉണ്ട്, അതുകൊണ്ടാണ് നിന്റെ തോളത്ത് ഞാൻ കൈയിട്ടിട്ട് അത് ഫീൽ ചെയ്യിപ്പിക്കേണ്ട എന്നുള്ള രീതിയിൽ നടക്കുന്നത്.
എടാ ഈ വീട്ടിൽ അച്ഛൻ കഴിഞ്ഞാൽ അടുത്ത സാധനം എനിക്കാടാ. അതുകൊണ്ട് വലിയേട്ടനെ എപ്പോഴും വലിയേട്ടൻ തന്നെ, എത്ര മച്ച കളിച്ചാലും കേട്ടാ. കുട്ടി പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE. 8 നും 15 ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ +971 5263 10876. ചേട്ടൻ എന്തിനായിട്ട് ഒരുമാതിരി പാട്രിയാർക്കിസം കുറിച്ച് വർത്താനം പറയുന്നേ? എന്തായാലും അത് തന്നെ മനസ്സിലായില്ലേ, കാര്യം മനസ്സിലായില്ലേ? ആ ഫോൺ തന്നെ എന്തിന് ഫോൺ തായിട്ട് ഒരു ഫ്രണ്ടിനെ വിളിക്കായി. ഇനി ഞാൻ റിസൾട്ട് നോക്കാൻ പോകുന്ന ദിവസമല്ലേ, ഒരു ഫ്രണ്ട് വരുന്നുണ്ടോ ഇല്ലെന്ന് അറിയാം. അപ്പൊ അമ്മയുടെ ഫോൺ എടുക്കുമ്പോ അമ്മ അവിടെ ഭയങ്കര പണിയില്ലേട്ടാ, ചക്കരയല്ലേ ഫോൺ. എടാ എന്താ ഫോൺ തായിട്ടാ? ഞാൻ ഫോണല്ലേ ചോദിച്ചുള്ളൂ, അല്ല വേറൊന്നും ചോദിച്ചില്ലല്ലോ. ഒരു കോൾ ചെയ്തിട്ട് പെട്ടെന്നാ, ഒരു കോൾ ചെയ്തിട്ട് പെട്ടെന്ന് ഇവിടുന്ന് കോൾ ചെയ്തിട്ട് പെട്ടെന്നാ, ഇവിടുന്ന് തന്നെ കോൾ ചെയ്യാൻ പോണു. ഹലോ, ഞാൻ കേശവാണ്. പിന്നെ ഞാൻ നിന്റെ റിസൾട്ട് നോക്കാൻ വേണ്ടി സ്കൂൾ വരെ ഒന്ന് പോകുന്നുണ്ടായിരുന്നേ. ഓ അല്ല, സിസ്റ്ററും കൂടെ വരുന്നുണ്ട്. പക്ഷേ അവള് പകുതി വഴിയാകുമ്പോൾ വേറെ സ്ഥലത്തോട്ട് പോകും. അല്ല എന്താണ് തൻ്റെ പ്ലാൻ എന്താണ്? ഓക്കെ അങ്ങനെയാണെങ്കിൽ വരുന്ന വയ്ക്കുകയാണോ? ഓക്കെ ശരി. എന്നാണ്, താങ്ക് യു. ഞാൻ അങ്ങോട്ട് പോണത്, ഞാൻ പോണകത്ത് പോകണം. എന്തുറ്റി? അല്ല ഇത് ആരും വിളിച്ചത്? അതൊക്കെ എന്തിനാട്ടാ ചേട്ടൻ അറിയുന്നേ? ആരും വിളിച്ചത്? ചേട്ടൻ എന്ത് ചേട്ടാ ഒരുമാതിരി സ്റ്റാൻഡേർഡ് ഇല്ലാത്ത ആൾക്കാർ സംസാരിക്കുന്നേ? ചേട്ടാ, ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ വിളിച്ചത്, അതും ഇൻ ഫ്രണ്ട് ഓഫ് യു. അവിടെ അടുക്കളയിൽ നിന്ന് വിളിച്ചു കഴിഞ്ഞാൽ അവിടെ അമ്മയും ലച്ചു ചേച്ചിയുണ്ട്. സോ ലച്ചു ചേച്ചി ഇതേപോലെ എന്തെങ്കിലും ചോദ്യം ചോദിക്കുമെന്ന് വിചാരിച്ചിട്ടാണ് ചേട്ടൻ്റെ മുമ്പിൽ ചേട്ടൻ്റെ ഫോണിൽ വെച്ച് വിളിച്ചത്. താനെങ്കിലും ഇതൊന്നും ചോദിക്കില്ലെന്ന് വിചാരിച്ചു, കുറച്ച് വിവരം ഉണ്ടായിരിക്കുമെന്ന് വിചാരിച്ചു. കളഞ്ഞില്ലേ വിവരമൊക്കെ. പിന്നെ എനിക്കൊന്ന് ഫോണൊന്നും മേടിച്ചു തരാമെന്ന് പറഞ്ഞില്ല. ഫോൺ അവിടെ അതൊക്കെ മേടിച്ചു തരാം. എപ്പോ? മേടിച്ചു തരാടാ. എന്തായാലും പെട്ടെന്ന് വേണം കേട്ടല്ല. പിന്നെ എനിക്ക് ഇവിടെ നിന്ന് അധികം സംസാരിച്ചിട്ടൊക്കെ സമയമില്ല. ശിവ റെഡിയായി കാണും. പോട്ടാ. മിക്കവാറും മാളവികയായിരിക്കും വിളിച്ചത്. നമ്പറും കാണിച്ചിട്ട് അവൻ കാര്യം സാധിച്ചിട്ട് പോയി. അവന് അമ്മ എങ്ങനെയാ രാവിലെ അടുക്കളയിലെ ജോലി കഴിഞ്ഞ് ഓഫീസിൽ പോയി അവിടുത്തെ ജോലി ചെയ്ത് അതിന് വീട്ടിൽ തിരിച്ച് വൈകുന്നേരം അടുക്കളയിൽ കയറണേ? ചെയ്യാതെ പറ്റില്ലല്ലോ, ജീവിക്കണ്ടേ. ഞാനൊരു പ്ലാൻ പറയട്ടെ. ആഴ്ചയിൽ 4 ദിവസം വീട്ടിലെ പണി, ബാക്കി 3 ദിവസം അമ്മയ്ക്ക് പക്കാ റെസ്റ്റ്. ബാക്കി 3 ദിവസം പട്ടിണി കിടക്കും. പട്ടിണി കിടക്കണ്ട, നമുക്ക് കുറച്ച് ഫ്രൂട്ട്സ് മേടിച്ചു വെക്കാം. രാവിലെ കുറച്ച് ഫ്രൂട്ട്സ് കഴിക്കാം, പിന്നെ ഉച്ചയ്ക്ക് ഒരു 4 മീൽസ്, അത് മതിയല്ലോ എല്ലാവർക്കും കൂടെ. അപ്പൊ ഈ മീൽസ് നമ്മൾ ഓർഡർ ചെയ്യണമായിരിക്കണം അല്ലേ? ഓർഡർ ചെയ്യണം, നിസ്സാര കാശല്ലേ ഉള്ളൂ, നമുക്ക് ഷെയർ ചെയ്ത് മേടിക്കാന്നേ. പിന്നെ വൈകുന്നേരം ചപ്പാത്തിയും വല്ല വെജിറ്റബിൾസ് കറിയോ മതിയാവില്ലോ. എന്നെ ലച്ചു, നീ നടക്കണ കാര്യം വല്ലതും പറ. എനിക്ക് 2 നേരം ഐസ്ക്രീം മതി. 2 നേരം ഐസ്ക്രീം മതിയാ? നന്നായിട്ടിരിക്കും കേട്ടാ. ഈ 3 ദിവസം അടുക്കളയിൽ കയറി കട്ടൻ ചായയും ചായ പോലും ഇടാൻ പാടില്ല. ഇപ്പൊ പറഞ്ഞ ഈ പരിപാടി നിങ്ങൾ അച്ഛന് ഇഷ്ടപ്പെടും, പക്ഷെ ഷെയർ ഇല്ല കാര്യം, അത് മാത്രം ഇഷ്ടപ്പെട്ടില്ല. ചേട്ടൻ സമ്മതിക്കുമല്ലോ? അവൻ സമ്മതിക്കും, പക്ഷെ വേറെ ആളുണ്ട്, ഇതറിഞ്ഞാൽ ഭയങ്കര സന്തോഷമായിരിക്കും. 7 ദിവസം ഇങ്ങനെ തന്നെ മതി എന്ന് പറയും. കേശുവാണോ? ദൈവമേ, അവന്റെ മുഖം ആലോചിക്കുമ്പോ തന്നെ ഈ പരിപാടി നടക്കൂല. അവന് രാവിലെ വയറ് നിറയാൻ തന്നെ വേണം 2 കിലോ ഫ്രൂട്ട്സ്. എന്തൊന്നും ലച്ചു, എന്റെ കൊച്ചു കഴിക്കട്ടെ, നിനക്കെന്താ കുഴപ്പം? എനിക്ക് കുഴപ്പമില്ല, കഴിച്ച് കുടുംബം മുടിയാറായി. എന്തമ്മാ കേശവന്റെ കാര്യം ഇത്രയും നേരം പറഞ്ഞത്? എന്റെ കാര്യം എന്തോന്ന് പറഞ്ഞോണ്ടിരുന്നു? കേശവൻ ഭയങ്കര തീച്ചാണ്. ലച്ചേച്ചി ആയിരിക്കും പറഞ്ഞത്. കറക്റ്റാ, ഉടക്കി ഓടുന്നത്. അമ്മ ഞങ്ങൾ പോയിട്ട് വരാമേ. ഞാൻ ഫ്രണ്ടിന്റെ വീട്ടിൽ കയറിയിട്ട് കുറച്ചു നേരം കഴിഞ്ഞിട്ടേ പോവുള്ളൂ, പിന്നെ വരാനും കുറച്ച് വൈകും. അതെന്താണ് വൈകണേ? അല്ല, സ്കൂളിൽ വന്നിട്ട് ഞങ്ങൾ ഇരുന്ന് പഠിക്കൂലോ. ശിവ എന്താണ് ഒരു ശിവനെ വിളി? അല്ല ശിവ, നീ ശിവ പൊയ്ക്കോ എന്നുള്ള രീതിയിൽ പറഞ്ഞാണ്, അല്ലാണ്ട് ഭഗവാൻ ശിവനെ വിളിച്ചതല്ല അല്ലേ? കൊച്ചെ, ഒരു നല്ല കാര്യത്തിന് പോകുമ്പോഴത്തേക്കും ചേച്ചിമാരുടെ കാലൊക്കെ തൊട്ട് അനുഗ്രഹം മേടിച്ചിട്ട് പോകണം, അല്ലാതെ വഴക്കിടാൻ വരരുത്. അതെ, ഈ ബാക്കിയുള്ളവരുടെ കാല് വാരാൻ നിൽക്കുന്ന ചേച്ചിയുടെ കാല് തൊട്ട് അനുഗ്രഹം മേടിച്ചിട്ട് പോയാ ആ പോകുന്ന വഴിക്ക് നശിച്ചു. നീ തിരിച്ചു പറഞ്ഞോണെങ്കിൽ ട്യൂഷൻ സെന്ററിൽ കയറുവാടാ. എന്തിന്? അല്ല, ഈ കൊട്ടക്കണക്കിന് കിട്ടുന്ന മാർക്കേ ട്യൂഷൻ ക്ലാസ്സിലുള്ളവരെയും പിന്നെ അപ്പുറത്തെ വീട്ടിലൊക്കെ അറിയിക്കണമല്ലോ. എന്താ നോക്കണേ? എന്തേ ഏയ് മതി നോട്ടോ സംസാരമൊക്കെ, പെട്ടെന്ന് പോയിട്ട് വരാൻ നോക്ക്. ശരി, ഈ പേരിൽ ചുറ്റടിച്ച് കിടക്കാൻ നിൽക്കരുത്, പെട്ടെന്ന് ഇങ്ങോട്ട് വരണം. ശരി അമ്മ, ബൈ. വരുമ്പോ ഐസ്ക്രീമും മിഠായും മേടിക്കാൻ മറക്കല്ലേ? ശരി തമ്പുരാട്ടി. വാ കൊച്ചേ, നിനക്കിത് മാത്രം മതിയാ, വേറെ ഒന്നും വേണ്ടേ? വേണ്ട. എന്നാ അപ്പുറം പോയിരുന്നോ? ഒന്നും കൊടുക്കണ്ട, ചോറ് മീന് ഒന്നും കൊടുക്കണ്ട. മീൻ വറുത്തത് മീൻ വറുത്തതൊക്കെ നിനക്ക് തന്നേക്കാം കേട്ടോ, നിനക്കൊന്നും തരില്ല കേട്ടോ. വേണ്ട. അതാ പോ, ചെല്ല്. പോവില്ല. തർക്കം പറയാ, പോ ചേപ്പുറത്ത്.